ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ഗെയിംസ് ആയിട്ടാണ്. അതെല്ലാം ഒരേ കാറ്റഗറീസിലുള്ള ഗെയിംസ് അല്ല, കുറച്ചധികം കാറ്റഗറീസിലായിട്ട് കുറച്ചധികം ഗെയിംസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കുറച്ചധികം ഗെയിംസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വേണ്ട ഗെയിംസ് ആണ്. അതുപോലെ തന്നെ എല്ലാ ഗെയിംസും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഗെയിംസ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടി ഈ ഒരു വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗായ്സ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഒന്നാമത്തെ ഗെയിം എന്ന് പറയുന്നത് ഒരു ഓപ്പൺ വേൾഡ് ഗെയിമാണ്. അതായത് കിഡിലായിട്ടുള്ള ഒരു ഗെയിമാണ് ഇത് എന്ന് പറയുന്നത്. ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്ത ശേഷം കളിച്ചു നോക്കി. അത്യാവശ്യം കൊള്ളാവുന്ന ഒരു കിഡിലെ ഗെയിമാണ്. അതായത് നിങ്ങൾ ബ്ലാക്ക് വിത്ത് ഊക്കോങ് സ്ട്രീമേഴ്സ് സ്ട്രീം ചെയ്ത് കണ്ടിട്ടുണ്ടാവും. ഏകദേശം അതേ ഒരു തീമിൽ വരുന്ന ഒരു സ്റ്റോറി മോഡ് കണക്കത്തെ ആ ഒരു ടൈപ്പ് ഓഫ് ഗെയിമാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ചധികം ഗെയിംസിന് നല്ലധികം സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വേണമെന്ന്, അത്തരത്തിലുള്ള ഒരു ഗെയിമാണ് ഇത് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ GB കൂടാണ്ട് ഇതിൽ നമുക്ക് കുറച്ചധികം റിസോഴ്സ് പാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് ഏകദേശം ഒരു 17 GB റിസോഴ്സ് പാക്കാണ് ഞാനിപ്പോൾ ഡൗൺലോഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളും നോക്കിയിട്ട് നിങ്ങൾ ഈ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് ഇതാണ്, വുതറിംഗ് വേവ്സ് എന്നാണ് ഗെയിമിൻ്റെ പേര് വരുന്നത്. നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തു. അതായത് ഞാൻ 2 ദിവസമായിട്ട് ഇത് കളിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ക്യാരക്ടർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലാക്ക് വിത്ത് വൂക്കോങ്ങിൻ്റെ പ്ലേയിങ് സ്റ്റൈല് സ്ട്രീമൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ജസ്റ്റ് ഇതേപോലെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ എനിമീനെ കൊല്ലുകയാണ് വേണ്ടത്. ഓക്കെ, നമുക്കുള്ള എബിലിറ്റിയാണ് ഇത് എന്ന് പറയുന്നത്. നമുക്ക് ഇതേപോലെ കുറച്ചധികം എബിലിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഞാനിപ്പോൾ ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തിരിയും എങ്ങനെയാണ് കളിക്കുന്നത് എന്നുള്ളത്. കണ്ടില്ല, ഇതേപോലെ നമ്മൾ കില്ല് ചെയ്യുക. ഓക്കെ, ഇതേപോലെ നമ്മൾ ജസ്റ്റ് അറ്റാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുക അവരെ. അപ്പോൾ ഈ മുകളിൽ കാണുന്ന ഒരു സംഭവം കണ്ട, അത് ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒന്നാമത്തെ എനിമീനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമുക്കിവിടെ സൈഡിലായിട്ട് സ്ക്രീനിൽ ഒരു പ്ലസ് ബട്ടൺ കാണിക്കുന്നുണ്ടാവും. നമ്മൾ ആ ഒരു ഡയറക്ഷനിലേക്കാണ് ഇതേപോലെ മൂവ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഇതേപോലെ കുറേ അധികം എനിമീസ് ഉണ്ടാവും. ഇതേപോലെ നമുക്ക് ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി കുറേ അധികം എനിമീസ്. ഇപ്പോൾ നമ്മൾ ഡിഫീറ്റ് ചെയ്തിരുന്നു പറഞ്ഞാൽ ലെവൽ 1 ഉള്ള എനിമീനെയാണ് നമ്മളിപ്പോൾ ഡിഫീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ കുറേ അധികം ലെവൽസുള്ള കുറേ അധികം എനിമീസ് ഇതിൽ വരുന്നുണ്ടാവും. സോ നമ്മൾ അതൊക്കെ ഡിഫീറ്റ് ചെയ്ത് മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. സോ അതുപോലെ തന്നെ നമുക്കിവിടെ പകുതിക്കുന്ന കുറച്ചധികം സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇവർ ഇവിടുന്ന് പറയുന്നുണ്ടാവും. അതുപോലെ നിങ്ങളിപ്പോൾ താഴെ ഇവിടെ നോക്കുന്നുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ബട്ടൺ എന്ന് പറയുന്നത്. ദെൻ ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജമ്പ് ബട്ടൺ ആണ് വരുന്നത്. നമ്മൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ മൂവ് ചെയ്യാൻ പറ്റും. അതായത് പെട്ടെന്നുള്ള ഒരു മൂവിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമുക്ക് എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത് ആ ഒരു സൈഡിലേക്ക് പിടിച്ച ശേഷം ഇതേപോലെ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം കിഡിലായിട്ടുള്ള ഒരു ഗെയിമാണ് ഇത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു PC ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഗെയിം എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ തന്നെ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം കിഡിലും ഗെയിമാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് കളിച്ചു നോക്കുക. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വന്ന് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ അവിടെ ഈസിയായി ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത നമ്മുടെ കാറ്റഗറി ഓഫ് ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു സർവൈവൽ ഗെയിമാണ്. അതായത് നമുക്കറിയാലോ സർവൈവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. സോ അത്തരത്തിലുള്ള ഒരു ഗെയിമാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്. സോ ഈ ഒരു ഗെയിമിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ എർത്ത് റിവൈവൽ എന്നാണ് ഗെയിമിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിം വന്ന് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് എർത്ത് റിവൈവൽ. ഇത് നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഇന്റർഫേസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇതിൽ കുറച്ചധികം ഫയൽസും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ദെൻ ഇതിൽ നിങ്ങളോട് ഏത് സെർവറാണ് വേണ്ടത് എന്നുള്ളതൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു സെർവറിൽ തന്നെയാണ് കളിക്കുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ടാപ്പ് ടു എൻ്റർ കൊടുക്കുക. ദെൻ ഇതേപോലെ കണ്ടിന്യൂ കൊടുക്കുക. ദെൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇങ്ങോട്ട് വന്നതാണ് നടന്നിട്ട്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഇന്റർഫേസ് അല്ല, നമ്മൾ ഒരു സ്ഥലത്ത് ഉണ്ടാവും. അവിടെ നിന്ന് ഇതേപോലെ മൂവ് ചെയ്ത് നിങ്ങൾ വരാം. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഷൂട്ടിംഗ് ഗെയിമാണ്. നിങ്ങൾക്ക് ഇതേപോലെ വെപ്പൺസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, എനിമീനെ അറ്റാക്ക് ചെയ്യാണ് വേണ്ടത്. ഇതേപോലെ പിടിക്കുക. ദെൻ എന്ത് ചെയ്യുക വെച്ചാൽ ഇതേപോലെ അറ്റാക്ക് ചെയ്തോളാം. ഓക്കെ, നമ്മൾ ആ ഒരു ക്രോസ് എയർ കറക്റ്റായിട്ട് വെക്കുക. ദെൻ അറ്റാക്ക് ചെയ്തോളാം. നമുക്കിവിടെ ഹെൽപ്പിന് ഒരാൾ കൂടി ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, അവരെ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ട്രാക്കും കാര്യങ്ങളൊക്കെ കാണിക്കാനില്ല. ഒരു ബ്ലൂ ലൈൻ ഇതേപോലെ പോകുന്നതാണെന്നില്ലേ. സോ നമുക്ക് ട്രാക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ കുറേ അധികം ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്നതിനിടയ്ക്ക് ഇംഗ്ലീഷിൽ നമുക്ക് കേട്ടോണ്ട് നിൽക്കുന്നുണ്ടാവും. മനസ്സിലായില്ലേ? ഇവിടെ കുറേ അധികം കോൺവെർസേഷനും കാര്യങ്ങളും ഇവർ രണ്ടാളും തമ്മിൽ നടക്കുന്നുണ്ട്. സോ അത്തരത്തിലുള്ള കുറേ അധികം കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഇത് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ കളിച്ചിട്ട് ഒരു ലെവലൊക്കെ എത്തുന്ന സമയത്ത് ഇതുപോലെ കുറേ അധികം സിനിമാറ്റിക് ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഗെയിമിൽ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടുന്ന് പോയിട്ട് ജസ്റ്റ് സ്കിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് നിങ്ങൾ പോകുന്നതാണ്. അടുത്ത എനിമീൻ്റെ അടുത്തേക്ക് ഉണ്ടല്ലേ, നമുക്ക് ഇതേപോലെ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈസി ആയിട്ട് കളിക്കാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ഗെയിം തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഒന്ന് ഞാൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒരു ഷൂട്ടിംഗ് ഗെയിമാണ്. അപ്പോൾ ഈ ഒരു ഗെയിം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ബേസിക് ആയിട്ട് വരുന്ന ഒരു ഗെയിമാണ്. അത്ര ഒരു കിഡിലായിട്ടുള്ള ഗെയിം ഒന്നും ഞാൻ പറയുന്നില്ല. കുറച്ചധികം ബേസിക് ആയിട്ടുള്ള എന്നാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കളിക്കാൻ പറ്റിയ ഒരു കിഡിലെ ഗെയിമാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ
നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ആ ഒരു ഗെയിം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇന്റർഫേസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കുറച്ച് ലോഡിംഗ് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ചധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോ ആഡ്സ്, പ്ലേ, അതേപോലെ ആർമറി എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ആർമറിയിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചധികം ഗൺസും കാര്യങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനുണ്ടാവും. ഇവിടെ നമുക്ക് മുകളിലായിട്ട് ക്യാഷസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഓരോ ലെവൽ കഴിയുന്നതിനനുസരിച്ച് നമുക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ പോയിട്ട് ഗൺസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഇതുപോലെ പ്ലേ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സ്ക്രീനിൽ തന്നെയാണ് വരുന്നത്. മറ്റേ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് അല്ല, ഇങ്ങനെ തന്നെയാണ് സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു ഇൻ്റർഫേസ് ലോഡായി വരുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുക. നിങ്ങൾക്ക് ജസ്റ്റ് എനിമിയുടെ നേരെ എന്ത് ചെയ്യുക, ഇതേപോലെ ഗണ്ണ് കൊണ്ട് വെക്കുക മാത്രമേ വേണ്ടൂ. ഓട്ടോമാറ്റിക്കായിട്ട് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. മനസ്സിലായില്ലേ? അതായത് മൂവ്മെൻറ്റും കവറിങ്ങും കാര്യങ്ങളൊക്കെ അവർ തന്നെ എടുക്കും. നമ്മൾ എന്ത് ചെയ്യുക, ക്രോസ് എയർ കറക്റ്റ് കൊണ്ട് പിടിക്കുക, എനിമീനെ കൊല്ലുക. ഈ ഒരു സംഭവം മാത്രമേ ഈ ഒരു ഗെയിമിൽ വരുന്നുള്ളൂ. റീലോഡിങ് കാര്യങ്ങളൊക്കെ വരും. നമ്മൾ കറക്റ്റായിട്ട് കവർ എടുക്കുക, അതേപോലെ ഷൂട്ട് ചെയ്യുക. ഇത്ര മാത്രം സംഭവങ്ങൾ മാത്രമേ നമ്മൾ ഈ ഒരു ഗെയിമിൽ ചെയ്യേണ്ടതായിട്ടുള്ളൂ. കണ്ടില്ല, മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് അവരിനെ കൊടുക്കുന്നുണ്ടാവും. നമ്മൾ ഇതേപോലെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഷോട്ട് ചെയ്യുന്ന വിടുക, ദെൻ ഇതേപോലെ കവർ ചെയ്യുക, ഷൂട്ട് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഓരോ ലെവൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഇപ്പം ഇതൊരു ലെവലാണ് വരുന്നത്. ഇനി നമ്മൾ മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ എനിമീസും കാര്യങ്ങളൊക്കെ കൂടും. അതുപോലെ നമുക്ക് ഗൺസും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇപ്പം നമ്മൾ ആ ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ $100 കിട്ടിയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾ ഒരു ആഡ് കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു $100 നിങ്ങൾക്ക് $1000 ആയിട്ട് കിട്ടുന്നതാണ്. എല്ലാ ആഡ് കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഷൂട്ടിംഗ് ഗെയിമൊക്കെ കളിക്കാൻ താല്പര്യമുണ്ട്, ഷൂട്ടിംഗ് ഗെയിംസൊക്കെ കുറേയധികം കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു കിഡിലെ ഗെയിമാണ് ഇത് എന്ന് പറയുന്നത്. സോ ഇത് വന്ന് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എന്ത് ചെയ്യുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ അവിടെ നിന്ന് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഒന്ന് കളിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ അടുത്തൊരു ഗെയിം എന്ന് പറയുന്നത്, നിങ്ങൾ ഗെയിംസിൻ്റെ സ്ട്രീമും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം അറിയായിരിക്കും. നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിട്ട് അതുപോലെ ഓൺലൈനായിട്ടും കളിക്കാൻ പറ്റുന്ന ഒരു കിഡിലെ ഗെയിമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് സ്റ്റംബിൾ ഗൈസ് എന്നാണ് ഗെയിമിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ആ ഒരു ഗെയിം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇൻ്റർഫേസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതേപോലെ സൈഡിലായിട്ട് കുറച്ചധികം അവരുടെ ഇവന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് പ്ലേ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് ഫൈൻഡിങ് റൂം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. എസ്റ്റിമേറ്റ് ടൈം ഒരു 15 സെക്കൻഡ്സ്. ഇതുപോലെ 32 ആളാണ് നമുക്ക് ഒറ്റ ടൈമിൽ വരുന്നത്. സോ 32 ആളാകുന്ന സമയത്ത് ആ ഒരു റൂം ക്രിയേറ്റ് ആയിട്ട് ആ ഒരു ഗെയിം സ്റ്റാർട്ട് ആവുന്നതാണ്. നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ആയിട്ട് നമ്മൾ ലോഡിംഗ് സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറേ അധികം മാപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നതെന്ന് വെച്ചാൽ ഏത് മാപ്പാണെന്ന് അതായത് എല്ലാം ഓട്ടോമാറ്റിക്കാണ്. അവർ തന്നെ മാപ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് നമുക്ക് തരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഓപ്പോസിറ്റ് സൈഡിൽ എത്തുന്ന 16 ആൾ മാത്രമേ ഇതിൽ ക്വാളിഫൈ ആവുള്ളൂ. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കുറച്ചധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എനിക്കിതിപ്പോൾ രണ്ടും ആയതുകൊണ്ട് ഒരുമിച്ച് കളിക്കാൻ പറ്റില്ല. ഞാൻ പറയും കളിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ അവിടെ എത്തണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, സോ ഇതാണ് ആ ഒരു ഗെയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ അവിടെ ആരും എത്തിയിട്ടില്ല. നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അപ്പുറം ഓപ്പോസിറ്റ് സൈഡിൽ എത്തണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. നമുക്ക് ജമ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജമ്പ് ചെയ്യുക, അതുപോലെ മൂവ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ താഴോട്ട് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു ഇൻ്റർഫേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഫേസ്ബുക്കായിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ വന്നിട്ടുള്ളവർക്ക് അങ്ങനെ ഇവിടെ കാണിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവും. ഇതേപോലെ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് നോർമലി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പ്ലെയർ നെയിം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാനും പറ്റും. സോ നിങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ ഒരുമിച്ച് കളിക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഗെയിമാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ ഒരു 16 ആൾ ക്വാളിഫൈ ചെയ്യും. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ചാൾ ആദ്യം, അതായത് ആ ഒരു 16 ആൾ ആദ്യം വേറൊരു മാപ്പിൽ കളിക്കും. ദെൻ അതിൽ നിന്ന് ഒരു 8 ആൾ ക്വാളിഫൈ ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു ഗെയിമിൻ്റെ ഇത് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫ്രീ ഒക്കെ ആയിരിക്കുന്ന ടൈമിൽ ഈ ഒരു ഗെയിം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഈ ഒരു ഗെയിം വന്ന് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഒന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് കളിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ അടുത്തൊരു ഗെയിം എന്ന് പറയുന്ന ഒരു സിമുലേറ്റർ ഗെയിമാണ്. ഗെയിമിൻ്റെ പേര് വരുന്നത് കാർ പാർക്കിംഗ് 2 എന്നാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ആ ഒരു ഗെയിം എന്ന് പറയുന്നത്, കാർ പാർക്കിംഗ് 2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാർ പാർക്കിംഗ് മാത്രമല്ല കുറേ അധികം ഫീച്ചേഴ്സ്, അതുപോലെ കുറേ അധികം കിഡിലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ഒരു കിഡിലൻ ഗെയിമാണ് ഇത് എന്ന് പറയുന്നത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്ലെയർ ഒക്കെ ആയിട്ട് കളിക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് കസ്റ്റായിട്ട് തന്നെ കാർ ഇതിൽ ബിൽഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്നതാണ് നമ്മുടെ ഗ്യാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയാണ് ഞാനിപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കോയിൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഗ്യാരേജ്, അപ്പാർട്ട്മെൻറ്റ്, ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഗ്യാരേജിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. കുറേ അധികം റിസോഴ്സ് പാക്കും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാനുണ്ടാവും. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ കാർ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് നിങ്ങൾ ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ അധികം കാറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാറിനൊക്കെ താഴെ അതിന് എത്ര രൂപയാണെന്നുള്ളത് ഇവിടെ
കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇവിടെ കുറേ അധികം ലെവൽസ് ഓഫ് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കാർ പാർക്കിംഗ് ഉണ്ട്, മൾട്ടിപ്ലെയർ ഗെയിംസ് ഉണ്ട്, അങ്ങനെ കുറേ അധികം ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ കോയിൻസ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓരോ കാറൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ടാസ്ക് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ കുറേ അധികം കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടും. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ കുറേ അധികം പുതിയതായിട്ടുള്ള കാർസും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. പിന്നെ അതിൻ്റെ താഴെയായിട്ട് തന്നെ കാർ സെറ്റിംഗ്സ് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഞ്ചിൻ, അതേപോലെ ഗിയർ ബോക്സ്, സസ്പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം ഓപ്ഷൻ ഉണ്ട്. എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ അധികം എഞ്ചിനും മീൻസ് അവർ കുറേ അധികം സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ വിഷ്വൽ ടൂണിങ് ഇതേപോലെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതൊക്കെ ഇവിടെ ഉണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യണം, പൈസ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ദെൻ നിങ്ങൾക്ക് ഇതിൽ എങ്ങനെയാണ് ആ ഒരു കോയിൻസും കാര്യങ്ങളും കിട്ടുന്നത് വെച്ചാൽ ഇവിടെ താഴെയായിട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലെവൽസ് ഉണ്ട്, ഡ്രാഗ് റേസിംഗ് ഉണ്ട്, സിംഗിൾ പ്ലെയർ ഉണ്ട്, അതേപോലെ മൾട്ടിപ്ലെയർ ഉണ്ട്, അങ്ങനെ കുറേ അധികം ഗെയിംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളിവിടെ ലെവൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈസി പാർക്കിംഗ്, സിംഗിൾ പാർക്കിംഗ്, അങ്ങനെ ഓരോ ലെവലായിട്ട് ഇതേപോലെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു പാർക്കിങ്ങിൻ്റെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വരും. ദെൻ നമുക്ക് ഇതിൽ 3 തരം കൺട്രോൾസ് ആണ് വരുന്നത്. ഒന്ന് ഇതേപോലെ ടിൽറ്റ് ചെയ്യുന്ന ആ ഒരു കൺട്രോൾ വരും, അതുപോലെ ഈ ഒരു കൺട്രോൾ വരും. നമ്മളത് ചേഞ്ച് ചെയ്യണമെങ്കിൽ സെറ്റിംഗ്സിൽ വരിക. ദെൻ അഗെയിൻ സെറ്റിംഗ്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കൺട്രോൾ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആരോസ് ഉണ്ട്, വീലുണ്ട്, അതുപോലെ ടിൽറ്റ് ഉണ്ട്. എനിക്ക് വീലാണ് ഇഷ്ടം, സോ ഞാൻ വീല് സെലക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. ഓക്കെ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ മൂവ് ചെയ്യുക. അതുപോലെ റിവേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഗിയറാണ്, നമ്മൾ എന്ത് ചെയ്യുക, ഗിയർ ഇതേപോലെ കൊടുത്തിട്ട് ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് റിവേഴ്സ് വരും. അതുപോലെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോർവേഡ്, പാർക്കിംഗ്, ന്യൂട്രൽ ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ഗെയിം എന്ന് പറയുന്നത്. നമുക്ക് ഇതേപോലെ കുറേ അധികം ലെവൽസ് ഓഫ് കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാണ്ട്, അതുപോലെ മൾട്ടിപ്ലെയർ ആയിട്ട് നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈസി ആയിട്ട് കളിക്കാൻ പറ്റിയ ഒരു കിഡിലും ഗെയിമാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിം വന്ന് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. സോ നിങ്ങൾ റേസിംഗ് ഒക്കെ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഡൗൺലോഡ് ചെയ്തൊന്ന് കളിച്ച് നോക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ 5 ഗെയിംസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ 5 ഗെയിം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾ അവിടുന്ന് എന്തായാലും ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ഗെയിം നിങ്ങൾ ഓൾറെഡി കളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കളിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമന്റിൽ പറയാം. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ഗെയിം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കളിച്ചിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കമന്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ ഇതേപോലുള്ള കുറേ അധികം വീഡിയോസ് ആയിട്ട് ഞാൻ എന്നും വരുന്നതാണ്. സോ നിങ്ങൾ എന്ത് ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.